ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മെ നയിക്കുന്ന ലളിതാ സഹസ്രനാമ ക്ലാസ് ഈ ലളിതാ അംഗോപാംഗങ്ങളെ ലളിതാ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന ഏതൊരു ഉപാസകന്റെയും ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്ന തരത്തിൽ ആ പരാശക്തിയുടെ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളുടെയും അർത്ഥ വിചിന്തനത്തിൽ കൂടി നമുക്ക് വളരെ സ്പഷ്ടമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പ്രിയങ്കരനായ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ആരംഭിക്കാം. ലളിതാ പരമേശ്വരിയുടെ മഹിമ വർണ്ണിക്കുന്ന ഈ ലളിത ഓരോ പദങ്ങളുടെയും ഓരോ നാമങ്ങളുടെയും അർത്ഥം വിശദമാക്കിക്കൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നതിന് പദ്ധതിയിലെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷേ. നമസ്കാരം തിരുവേനി. നമസ്കാരം എല്ലാവർക്കും. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ 16ാമത്തെ സെഷനാണ്. അപ്പോൾ ഒരാഴ്ച കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഈ നാമങ്ങളൊക്കെ ഒരു പ്രാവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിനെക്കുറിച്ചൊന്ന് ചൊല്ലാനും പഠിക്കാനും ഒക്കെ സമയം കിട്ടും. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഇനി വരുന്ന നാമങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് വിദ്യയും അവിദ്യയും. എന്താണ് വിദ്യ, എന്താണ് അവിദ്യ? അപ്പോൾ വിദ്യയും അവിദ്യയും തമ്മിലുള്ള നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിലുള്ള ആ ഡിഫറൻസിയേഷൻ, എന്താണ് വിദ്യ എന്താണ് അവിദ്യ എന്നുള്ളത്, അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ നോച്ചൂർ സ്വാമി എപ്പോഴും പറയുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളാണ് ഞാൻ പലപ്പോഴും തുടക്കത്തിൽ പറയാറ്. അപ്പോൾ ഇവിടെ വിദ്യയും അവിദ്യയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ഒരു ഗുരു മഹാശയൻ മഹേന്ദ്രനാഥ് ഗുപ്ത എന്ന് പറഞ്ഞ് വളരെ ഗുരുമഹാശയനായിട്ടുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. ഇദ്ദേഹം ഇംഗ്ലീഷ് ആ സംസ്കാരത്തിൻ്റെ അതെല്ലാം ഉൾക്കൊണ്ട് ധാരാളം പഠിച്ച് ധാരാളം വിദ്യയൊക്കെ ആർജിച്ച് അദ്ദേഹം ഈ സനാതന ധർമ്മത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രുചി വളരെ കുറവായിരുന്നു. ഒരു നിരീശ്വരവാദി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബിംബാരാധന, മന്ത്രജപം, നാമജപം, പൂജ ഇതൊന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു നിരീശ്വരവാദിയെ പോലെ തന്നെ, യുക്തിവാദിയെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. ആരുടെ? മഹേന്ദ്രനാഥ് ഗുപ്തയുടെ. അപ്പോൾ ഒരു ദിവസം മഹേന്ദ്രനാഥ് ഗുപ്തയും അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു സുഹൃത്തും കൂടിയിട്ട് ഇങ്ങനെ ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ നടക്കുന്ന സമയത്ത് ഈ സുഹൃത്ത് പറഞ്ഞു, ഇവിടെ കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ ദക്ഷിണേശ്വര ഗംഗയുടെ അടുത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനടുത്ത ഒരു ഉദ്യാനവുമുണ്ട്. അപ്പോൾ അവിടെ നടന്നാൽ തിരക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുമഹാശയൻ വേഗം പറഞ്ഞു, ശരി പോവാമെന്ന്. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് കൗടുംബികമായിട്ട്, കുടുംബപരമായിട്ട് വളരെയധികം വിഷമതകൾ ഉണ്ടായിരുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു. പക്ഷെ വളരെ ശാന്തശീലനായിരുന്നു ഈ മഹേന്ദ്രനാഥ് ഗുപ്ത. അങ്ങനെ അവരവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ആ ഉദ്യാനത്തിലൂടെ സായാഹ്ന സവാരി നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സുഹൃത്ത് ചോദിക്കുകയാണ്, ഇവിടെ അടുത്ത് ഈ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ പരമഹംസരുണ്ട്. അദ്ദേഹം ഒരു വളരെ ത്യാഗിയൊക്കെ ആയിട്ടുള്ളൊരു സന്യാസി വര്യനാണ്.
അദ്ദേഹത്തെ ഒന്ന് കാണാം വിരോധമില്ലെങ്കിൽ എന്ന് പറഞ്ഞത്രേ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എനിക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല, പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയാണ്. അത് ഏതാണെന്ന് നമുക്കറിയാം, കാളിഘട്ട്, നമ്മളുടെ ദക്ഷിണേശ്വരത്തിലുള്ള കാളിക്ഷേത്രമാണ്. അതിനകത്ത് പോയപ്പോൾ അവിടെയുള്ള ചെറിയ ഒരു റൂമിലുള്ള ഒരു ചെറിയ ആശ്രമം ഒന്നും പറയാൻ പറ്റില്ല, കുട്ടിയ എന്ന് പറയാം. അതിനകത്ത് ആണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് അപ്പോൾ അനുവാദം ചോദിക്കാതെ അകത്ത് പോകാൻ ഇവർക്ക് പറ്റുന്നില്ല. അവരവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ നേരം. അപ്പോൾ അവിടുത്തെ മുറ്റുമൊക്കെ അടിക്കുകയും പാത്രങ്ങളൊക്കെ കഴുകുകയും ചെയ്യുന്ന ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അവിടെ നിൽക്കുന്നത്, അകത്തേക്ക് പോയിക്കോളൂ, സന്ധ്യാവന്ദനം ചെയ്യുകയാണെങ്കിലോ പരമഹംസരെ, അപ്പോൾ അദ്ദേഹത്തിന് ശല്യമാവില്ലേ, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ അകത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അകത്ത് ചെന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഞാനിങ്ങനെ മഹേന്ദ്രനാഥ് ഗുപ്തയാണ്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അധ്യാപകനാണെന്നൊക്കെ പറയും. ആദ്യമായിട്ട് കാര്യമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്, താങ്കൾ വിവാഹിതനാണോ എന്നാണ് അത്ര ചോദിച്ചത്. അപ്പോൾ അത് ചോദിച്ച ഉടനെ ഈ മഹേന്ദ്രനാഥ് ഗുപ്ത അതേ എന്ന് പറഞ്ഞു എന്ന്. അതേ എന്ന് പറഞ്ഞ ഉടനെ ഹോ ഹോ എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്, ഈ ദുർഗയെ വിളിച്ചിട്ട് പറയാണ് ഇദ്ദേഹം വിവാഹിതനാണത്രയെന്ന്, വളരെ അത്ഭുതത്തോടു കൂടി പറയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഈ മഹേന്ദ്രനാഥ് ഗുപ്തയ്ക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് ചെറിയൊരു വൈക്ലഭ്യം ഉണ്ടായി. വീണ്ടും ചോദിക്കുന്നത് കുട്ടികളുണ്ടോ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഉത്തരം പറയാൻ പോലും ഒരു മടിയായിരുന്നു, ഇനിയിപ്പോൾ എന്താണ് കേൾക്കേണ്ടി വരിക എന്ന് എഴുതിയിട്ട്. പക്ഷേ അപ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങയുടെ ഭാര്യ എന്താണ്, അവര് വിദ്യാരൂപിണിയാണോ അതോ അവിദ്യാരൂപിണിയാണോ എന്ന് ചോദിച്ചു അത്രേ. ഇത് ചോദിച്ചപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മഹേന്ദ്രനാഥ് ഗുപ്തയ്ക്ക് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചതെന്ന്. വിദ്യാരൂപിണിയാണോ അവിദ്യാരൂപിണിയാണോ എന്നാണ് ചോദിച്ചത്. അത് ചോദിച്ച ഉടനെ അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഒന്ന് ആലോചിച്ചതിന് ശേഷം, എനിക്കറിയില്ല എന്താണ് അങ്ങ് ചോദിച്ചതെന്ന്, പക്ഷേ അവൾക്ക് വിദ്യാഭ്യാസം കുറവാണ്, വിദ്യ കുറവാണ്, അവൾക്ക് എഡ്യൂക്കേഷൻ കുറവാണ് എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് പറഞ്ഞു. അപ്പോൾ പരമഹംസർ ഉടനടി ചോദിച്ചത്, അങ്ങേക്ക് അപ്പോൾ നല്ലോണം വിദ്യയുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ടല്ലേ എന്നൊരു സർക്കാസ്റ്റിക് ആയിട്ട് ഒന്ന് ചോദിച്ചു എന്ന്. അത് കേട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താ പറയുക, ആ ഒരു ബലം മുഴുവൻ തകർന്നു പോയി എന്നുള്ളതാണ്. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് വിദ്യ എന്നുള്ളത് മനസ്സിലാക്കാതെ എനിക്ക് വിദ്യ ഉണ്ട് എന്നുള്ള ഇൻഡയറക്റ്റ്ലി എൻ്റെ ഭാര്യയ്ക്ക് വിദ്യ ഇല്ല എന്നും ഒരാൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം പരമഹംസര് പറഞ്ഞു കൊടുക്കുകയാണ്, ആത്മീയ ജ്ഞാനത്തിലുള്ള യാത്രയിൽ എന്തൊക്കെ തടസ്സമായി വരുന്നുവോ നിങ്ങളുടെ, അതെല്ലാം അവിദ്യയാണ്. എന്ത് തടസ്സങ്ങൾ, ആത്മീയ ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ വരുന്നുവോ അതൊക്കെ അവിദ്യയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം, ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം സജ്ജീകരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും തരുന്നു അതെല്ലാം വിദ്യയാണ്. അങ്ങനെ വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ദേവിക്ക് ഒരു നാമമുണ്ട്, വിദ്യ അവിദ്യ സ്വരൂപിണി എന്ന് വരും അതിനി. അപ്പോൾ വിദ്യ അവിദ്യ സ്വരൂപിണി എന്ന് പറയുമ്പോൾ ദേവി തന്നെയാണ് വിദ്യ, ദേവി തന്നെയാണ് അവിദ്യ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ഈ നമ്മുടെ എന്താ പറയുക, സ്പിരിച്വൽ പാത്ത്, ആ പാത്തിൽ ആത്മീയതയിലേക്കുള്ള ആ വഴിയിൽ ഇപ്പോൾ നമ്മൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ട് നല്ല ജോലി കിട്ടുന്നു, അങ്ങനെ നമ്മൾ ഒരുപാട് പൊസഷൻസ്, ഒരുപാട് സാധനങ്ങളൊക്കെ ആർജിക്കുന്നു. ആ ആർജിച്ച സാധനങ്ങളോട് വീണ്ടും വീണ്ടും ഒട്ടലുണ്ടാവുന്നു, അതിൽ നിന്ന് അഹങ്കാരം വരുന്നു. ഇനി വരുന്ന നാമങ്ങളൊക്കെ ഇതാണ്, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒട്ടൽ വരുന്നു, വീണ്ടും വീണ്ടും അതിന് അഹങ്കാരം, ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഇതെല്ലാം ആർജിച്ചതിന് ശേഷം ഇതിനൊക്കെ പുറമെയാണ് ഞാൻ എന്നുള്ള വിദ്യ നമ്മുടെ മനസ്സിൽ വേണം. വിദ്യാഭ്യാസം എന്നുള്ള വിദ്യ അല്ലാതെ ഈ ബ്രഹ്മാണ്ടത്തിനും എൻ്റെ ഇതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് ഇവിടുന്ന് പോകാനുള്ളതാണ്. അപ്പോൾ എനിക്ക് ആത്മജ്ഞാനം വേണമെന്നുള്ള ഒരു ബോധം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇനി 1 2 ജന്മത്തിലെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ധാരണ മനുഷ്യന് വേണം. അതാണ് വിദ്യ. അപ്പോൾ ഇതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൂലാധാര ചക്രത്തിലിരിക്കുന്ന കുണ്ടലിനി സ്വാധിഷ്ഠാനത്തിലേക്ക് നമ്മൾക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ മൂലാധാരം അവിദ്യയായി മാറും, സ്വാധിഷ്ഠാനം വിദ്യയായി മാറും. അപ്പോൾ വിദ്യ തന്നെയാണ് അവിദ്യ തന്നെയാണ്, വിദ്യ തന്നെ അവിദ്യയായി മാറും. അങ്ങനെ അങ്ങനെ ഉയർന്നുയർന്ന് ഒരു നിലയിൽ നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് വിദ്യയും അവിദ്യയും ഇല്ലാത്ത ആ ദേവിയുടെ ആ ചരണകമലങ്ങളുടെ ദർശനം നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ചിന്തിക്കാനുള്ള ഒരു സംഭവമാണിത്. ഇത് ആലോചിച്ചുകൊണ്ട് ആ എല്ലാ അവിദ്യകളും മാറ്റി നമ്മൾക്ക് വിദ്യയുടെ വഴി
തെളിഞ്ഞു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ 42 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി 43-ാമത്തെ ശ്ലോകത്തിലേക്ക് നേരിട്ട് കിടക്കാം നമുക്ക്. ശാങ്കരീ ശ്രീകരീ സാധ്വി ശരചന്ദ്ര നിഭാനന ശാദോദരീ ശാന്തിമതി നിരാധാരാ നിരഞ്ജന. ശാങ്കരീ ശ്രീകരീ സാധ്വി ശരചന്ദ്ര നിഭാനന ശാദോദരീ ശാന്തിമതി നിരാധാരാ നിരഞ്ജന. അപ്പോൾ ഇവിടെ ശാങ്കരി, നമ്മൾ ഈ നാമം മുതൽ, അല്ലെങ്കിൽ ഈ ശ്ലോകം മുതൽ ആ നാമം എത്തുമ്പോൾ പറയാം. 128-ാമത്തെ നാമം എത്തുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ആദ്യത്തെ നാമം ഇവിടെ ശാങ്കരി എന്നാണ്. 126-ാമത്തെ നാമം ശാങ്കരി. അപ്പോൾ ശം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖം. ശങ്കരൻ എന്ന് പറഞ്ഞാലും സുഖത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ശങ്കരൻ. ശങ്കരന്റെ പത്നിയാണ്, അതുകൊണ്ട് ദേവിക്ക് ശാങ്കരി എന്ന് പറയുന്നു. ശം എന്ന സുഖത്തെ പ്രദാനം ചെയ്യുന്നു ദേവി. അതുകൊണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ബീജമന്ത്രങ്ങളാണ് ഈ എല്ലാ നാമങ്ങളിലും അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചാൽ തന്നെ മന്ത്രത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മന്ത്രം ചാണ്ട് ചെയ്യുമ്പോഴേ ആ ഫ്രീക്വൻസി നമ്മുടെ ശരീരത്തിലേക്ക് വരും. അതാണ് നമ്മൾ ശരിക്കും നമ്മൾ ആ നട്ടെല്ലാം നിവർത്തിയിരുന്ന മേരുദണ്ഡം സ്ഥിരമാക്കിയിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ഒരു ശരിയായ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദത്തോടു കൂടി ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മൾക്ക് തന്നെ കേൾക്കാൻ മാത്രത്തിൽ സ്പഷ്ടമായി വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വൈബ്രേഷൻ വരും. കാരണം ആ മന്ത്രശബ്ദങ്ങളൊക്കെ എവിടെ ഹിറ്റ് ചെയ്യുന്നുവോ അവിടെയൊക്കെ നമ്മൾക്ക് നമ്മുടെ ശരീര തന്തുക്കളിലെല്ലാം അതിൻ്റെ ആ ഊർജം വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശങ്കരി എന്ന് പറഞ്ഞാൽ ശങ്കരൻ്റെ പത്നി, ശാങ്കരി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ശം, സുഖം തരുന്ന സുഖപ്രദായിനിയായിട്ടുള്ള ദേവി എന്നുള്ള അർത്ഥമുണ്ട്. ഇങ്ങനെ മംഗളപ്രദായിനിയാണ് ദേവി എന്നുള്ളതാണ് ശാങ്കരി എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം. അത്രയും, അതിൽ കൂടുതൽ നമുക്ക് ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത നാമമാണ് 127-ാമത്തെ നാമമാണ് ശ്രീകരി. ഇവിടെ ശ്രീകരി എന്ന് പറഞ്ഞാൽ, ശ്രീ എന്ന് പറഞ്ഞാൽ ശം എന്ന് പറഞ്ഞാൽ സുഖം, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഒരർത്ഥം. അപ്പോൾ ഐശ്വര്യപ്രദായിനിയാണ് ആര്? ദേവി. അപ്പോൾ ശ്രീകരിയായിട്ടുള്ള ഐശ്വര്യപ്രദായിനിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഓം ശ്രീകരിയേ നമ എന്ന നാമമാണ് ഇവിടെ ശ്രീ എന്നുള്ളത് ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മി ഇവിടെ ലക്ഷ്മി ആയിട്ടുള്ള ദേവി കൂടിയാണ്. ഇവിടെ ദേവിയെ ലക്ഷ്മി, വിഷ്ണുവിൻ്റെ പത്നിയാണ് ലക്ഷ്മി. അപ്പോൾ പാർവതി ദേവിയെ വിഷ്ണുവിൻ്റെ സഹോദരിയായിട്ടാണ് കാണുന്നത്. വിഷ്ണു പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവി തന്നെയാണ്. എന്നാലും ശരിയായ രീതിയിൽ ഇപ്പം നമുക്കറിയാം, കേദാർനാഥിൽ പോകുന്ന വഴിക്ക് ഒരു ത്രിഗുണിനാഥ് എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. അത് സീതാപൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് പാർവതിയുടെയും പരമശിവൻ്റെയും വിവാഹം നടന്നതെന്നും വിഷ്ണു ആണ് വിവാഹം നടത്തി കൊടുത്തത് സഹോദരിയുടെ എന്നും ഒക്കെ പറഞ്ഞ് അവിടെ ഒരു അഖണ്ഡ ജ്യോതിയൊക്കെ ഉണ്ട്. കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. എപ്പോഴും പോകുമ്പോൾ ആ സ്ഥലം പോവാതിരിക്കരുത്. ബേസ് ക്യാമ്പിൻ്റെ അവിടുന്ന് ഒരു 18-19 കിലോമീറ്റർ നമുക്ക് ജീപ്പിലും മുകളിലോട്ട് കയറണം, അപ്പോഴേ എത്തുള്ളൂ ആ സ്ഥലത്ത്. അപ്പോൾ ഇപ്പോഴും ആ അഖണ്ഡ ജ്യോതി അവിടെ ജ്വലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സങ്കല്പം. ആ പാർവതിയുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വിവാഹത്തിന്, പാർവതി പരമേശ്വരന്മാരുടെ മേളനത്തിന് സാക്ഷി നിന്ന അഗ്നി ഇപ്പോഴും അഗ്നികുണ്ഡം അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ശ്രീകരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ സഹോദരി എന്ന്, അല്ലെങ്കിൽ ശ്രീ ഐശ്വര്യങ്ങളെ തരുന്നവന് ശ്രീകരൻ മഹാവിഷ്ണുവാണ്. അതുപോലെ തന്നെ ഈ നാമത്തിൽ നമുക്ക് മനസ്സിലാക്കാം ശ്രീദശ്, ശ്രീശ, ശ്രീനിവാസ, ശ്രീനിധി, ശ്രീവിഭാവന, ശ്രീധര, ശ്രീകര, ശ്രേയ എന്നൊക്കെ പറഞ്ഞ് ശ്രീ മഹാവിഷ്ണുവിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആ ശ്രീ ദേവി തന്നെയാണ്, മഹാവിഷ്ണുവിൻ്റെ സഹോദരി തന്നെയാണ് ദേവി എന്ന് പറയുന്നു. ഇവിടെ വേറൊരു നാമം ഞാനിവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ശ്രീകണ്ഠൻ. ആളെ നമുക്ക് മനസ്സിലായി ശ്രീകണ്ഠൻ ആരാണെന്ന്, ശിവനാണെന്ന്. അപ്പോൾ ഈ ശ്രീകണ്ഠൻ എങ്ങനെയാണ് ശിവനാവണത്? വേറൊരു നാമം പറഞ്ഞു തരാം, നീലകണ്ഠൻ. ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പൊ ശ്രീ എന്താണ്? ശ്രീ എന്ന് പറഞ്ഞാൽ വിഷമെന്നും അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ശങ്കര ഭഗവാന്, മഹാദേവന് കാളകൂട വിഷം, അദ്ദേഹം പാലാഴി മഥനത്തിൻ്റെ സമയത്ത് കാളകൂട വിഷം പൊങ്ങി വന്നപ്പോൾ അത് ഭൂമിയെ മുഴുവൻ, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് വന്നപ്പോൾ അതെടുത്ത് അദ്ദേഹം കുടിക്കുന്നതാണ്. അങ്ങനെ ആ കണ്ഠത്തിൽ അത് ലയിപ്പിച്ച് കളയുന്നതാണ്. നമ്മൾ പറയും പാർവതി ദേവി എന്ന് കണ്ഠം പിടിച്ചു പോക്കി, അതൊന്നുമല്ല. അങ്ങനെ ആ കണ്ഠത്തിനകത്ത്
താങ്ങി നിർത്തുന്നതാണ്. അങ്ങനെയാണ് ആ നീലകണ്ഠനായി മാറിയത്. അപ്പൊ ശ്രീ എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വിഷം? ശ്രീ എന്ന് പറയുന്ന ആ ആ എന്താ പറയുന്നത്, ആ വിഷം നമ്മുടെ ഭക്തന്റെ അല്ലെങ്കിൽ സാധകന്റെ മനസ്സിലുള്ള എല്ലാ വിഷങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയസുഖങ്ങളോടുള്ള ആസക്തി വിഷമാണ്. ആ വിഷത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ആളാണ് ശ്രീകരി. അപ്പോൾ ഇവിടെ ശ്രീവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോന്നും എല്ലാവിധ സാധനങ്ങളും സജ്ജീകരണങ്ങളും ഭൗതിക വസ്തുക്കളും ഇതെല്ലാം ഉണ്ടാക്കാനുള്ള തന്ത്രവിദ്യയാണ് ശ്രീവിദ്യ എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ വിഷവിദ്യ എന്നും അർത്ഥമുണ്ട്. ഇവിടെ എന്ത് വിഷമാണ്? നമ്മളുടെ ശരീരത്തിനകത്തുള്ള ആ മാലിന്യങ്ങൾ മുഴുവൻ പുറത്തെടുത്ത് കളയുന്ന, നമ്മളുടെ ഉള്ളിലുള്ള വിഷം തന്ന് നമ്മളുടെ അഹംഭാവത്തെയും അഹംബോധത്തെയും അതുപോലെ തന്നെ രാഗങ്ങളെയും ദ്വേഷങ്ങളെയും എല്ലാം നശിപ്പിച്ച് നമ്മളെ പരമാത്മാവിനോട് അടുപ്പിക്കുന്ന ആ വിദ്യ കൂടിയാണ് ഈ ശ്രീവിദ്യ എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ ശ്രീ എന്നുള്ളതിന് വിഷം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ശാങ്കരി എന്നുള്ള നാമം കണ്ടു, നമ്മൾ ശ്രീകരി എന്നുള്ള നാമം കണ്ടു. അടുത്തത് സാധ്വി. ഇനി സാധ്വി എന്ന് ഒരു പ്രാവശ്യം കൂടി വരുന്നുണ്ട്. 711 നാമം, 12 നാമം. അവിടെ സാധ്വി എന്ന് പറയില്ല. കാരണം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഒരൊറ്റ നാമം പോലും ആവർത്തിച്ച് വരുന്നില്ല എന്നുള്ളത്. അവിടെ സാധു എന്നും ഈ എന്നുള്ള ബീജാക്ഷരവുമാണ്. 2 നാമങ്ങളാണ് അവിടുത്തെ സാധ്വി. ഇവിടുത്തെ സാധ്വി ഒരൊറ്റ നാമമാണ്. 128 ഒറ്റ നാമമാണ് സാധ്വി. ഇനി സാധ്വിയുടെ അർത്ഥം എന്താണ്? പതിവ്രതയായ സ്ത്രീരത്നത്തെയാണ് സാധ്വി എന്ന് വിളിക്കുന്നത്. പതിവ്രതയായ സ്ത്രീരത്നം. അപ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ട് പരമേശ്വരനുമായി മാത്രം മേളിക്കുന്ന ആ പതിവ്രതയാണ് ഈ ലളിതാംബിക. എല്ലാ ജന്മങ്ങളിലും ആ സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുന്ന ആ പരശിവന്റെ തന്നെ ശക്തിയായി മാറി ബ്രഹ്മാണ്ടം രചിക്കുന്ന ആ ദേവിയാണ് ഇവിടെ ആര്? അത്രയും പതിവ്രതയാണ് സാധ്വി. ഇപ്പൊ ഇവിടെ വേറൊരു നാമം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ശിവന്റെ കാര്യത്തിൽ മാത്രം താല്പര്യമുള്ളവളാണ്. അപ്പൊ ശിവന്റെ കാര്യം എന്താണ്? ഒന്നായിരിക്കുന്ന ആ ബ്രഹ്മം പലതായി മാറാൻ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നതാണ് ഇതെല്ലാം. ഒന്നായിരിക്കുന്ന ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ വലിയ അല്ലെങ്കിൽ ആ ജ്ഞാനം അതെന്താണെന്നുള്ളത് ആർക്കും നിർവചിക്കാൻ പറ്റില്ല. അതിന് പലതാവണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവുന്നത്, ഈ ബ്രഹ്മാണ്ടത്തിൽ ജീവൻ ഉണ്ടാവുന്നത്. ആ ജീവൻ അതിന് ചലിക്കാനുള്ള എല്ലാ ശക്തിയുമായി മാറുന്നത് ദേവിയാണ്. അപ്പോൾ ദേവി തന്നെയാണ് പരമശിവൻ, പരമശിവൻ തന്നെയാണ് ദേവി. അത്രയും ഐക്യമാണത്. ഇപ്പൊ നമുക്ക് ബ്രഹ്മാവും സരസ്വതിയും തമ്മിലോ അല്ലെങ്കിൽ ലക്ഷ്മിയും വിഷ്ണുവും തമ്മിലോ ഒന്നും ഈ ഐക്യം കാണാൻ പറ്റില്ല നമുക്ക്. അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പലതരത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേവിയില്ലാതെ ഈ ശിവനില്ലാതെ ദേവിയില്ല. അത് രണ്ടുമില്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടമില്ല, നമ്മളില്ല. അങ്ങനെയാണ് ഇത് ഈ ഒരു ഇക്വേഷൻ ഈ പരമശിവന്റെയും ഈ ദേവിയുടെയും. അപ്പോൾ ഇവിടെ പ്രപഞ്ചമായി പരിണമിക്കാൻ പരമശിവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായപ്പോൾ അത് ആയിത്തീർന്നവളാണ് ഇവിടെ ദേവി. ഇവിടെ നമ്മൾ നോക്കൂ, ധനം ധാരാളം ആർജിച്ച ഒരാളെ എന്ത് പറയും? നമ്മൾ ധനവാൻ അല്ലെങ്കിൽ ധനപതി എന്ന് പറയും. അപ്പോൾ ലക്ഷ്മിയുടെ പതിയായി മാറും ധാരാളം ധനമുള്ള ഒരാൾ. അതുപോലെ തന്നെ വിദ്യ ധാരാളം ആർജിച്ചു കഴിഞ്ഞാൽ വിദ്യാവാൻ, വിദ്യാപതി എന്നും പറയും. അപ്പോൾ ലക്ഷ്മിയും സരസ്വതിയുമൊക്കെ ആരാണോ ഉപാസന ചെയ്യുന്നത് അവരുടെ കൂടെ പോയിക്കോളും. അതേ സമയത്ത് ദേവി എപ്പോഴും പരമേശ്വരനുമായി കൂടി നിന്ന് അമ്മയായി നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പതിവ്രത എന്നുള്ള ശബ്ദത്തിൻ്റെ എത്ര വലിയ ഗാംഭീര്യമാണ് നമ്മൾക്ക് ഈ ദേവി തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ദാമ്പത്യത്തിൻ്റെ മുഖമുദ്രയാണ് പരമശിവനും പാർവതിയും എന്നുള്ളത്. അതാണ് എപ്പോഴും ശിവനെയും ശക്തിയും പ്രാർത്ഥിക്കുന്നത് ദമ്പതികൾ. അപ്പോൾ ദമ്പതികളുടെ മാതൃകയാണ് ആര്? പരമശിവനും പാർവതിയും. അപ്പോൾ അങ്ങനെ സാധ്വി എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം കണ്ടു. അപ്പോൾ ധനവാനെ ലക്ഷ്മീപതി എന്ന് വിളിച്ചാലും വിദ്യാവാനെ വിദ്യാപതി എന്ന് വിളിച്ചാലും ദേവി നമ്മുടെ അമ്മയായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. ഇനി അടുത്ത നാമമാണ് 129 നാമം. അപ്പോൾ ഇപ്പോഴും നമ്മൾ 43 ശ്ലോകത്തിൽ തന്നെയാണ്.
ശരചന്ദ്ര നിഭാനന. നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു ശരത്കാലത്തെ ചന്ദ്രന്റെ ഭംഗി എന്താണെന്നുള്ളത്. ശരത്കാല രാത്രിയിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ശരചന്ദ്ര നിഭാനന. അപ്പോൾ ശരചന്ദ്രനെ പോലെ, ശരത്കാലത്തെ ചന്ദ്രനെ, രാത്രിയിലെ ചന്ദ്രനെ പോലെ, ആനനം എന്ന് പറഞ്ഞാൽ മുഖം, നിഭം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട്, അങ്ങനെ ആ തെളിഞ്ഞ ശരത്കാല ചന്ദ്രന് തുല്യമായിട്ട് ആ മുഖശോഭയോട് കൂടിയിരിക്കുന്ന ദേവി. ഇപ്പൊ ഇവിടെ ഓർത്തു നോക്കൂ, കാലം, ഋതു മാറുന്നതിനനുസരിച്ച്, ദിനം മാറുന്നതിനനുസരിച്ച്, തിഥി മാറുന്നതിനനുസരിച്ച് ചന്ദ്രന്റെ ശോഭ കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കും. ഇവിടെ ദേവിയെ ഒന്നിനോടും ഉപമിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ദേവിയുടെ ദേഹവർണ്ണനം ചെയ്തപ്പോൾ തന്നെ, രൂപവർണ്ണനം ചെയ്തപ്പോൾ തന്നെ. നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഉപമയൊക്കെ. അപ്പോൾ ദേവി നിത്യയാണ്. ദേവിയുടെ മുഖകാന്തി ഒരിക്കലും കുറയില്ല. ചന്ദ്രന്റെ മുഖകാന്തി, ശരത്കാല ചന്ദ്രൻ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനാണ്, ആ നവരാത്രി ആഘോഷ സമയത്തുള്ള ചന്ദ്രൻ. പക്ഷെ ദേവി അതിന് എന്നും ദേവിയുടെ മുഖം ആ ശരത്കാല ചന്ദ്രനേക്കാൾ ഉപരി വെട്ടിത്തിളങ്ങുന്നതാണ് എന്നാണ് ശരത്ചന്ദ്ര നിഭാനന എന്നുള്ളത്. അപ്പോൾ ഋതുക്കൾ സമയമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ചന്ദ്രനും അതുപോലെ മാറും. എന്നാൽ ദേവി എന്നും സ്ഥിരയാണ്, നിത്യയാണ് എന്നുള്ളതാണ് ശരത്ചന്ദ്ര നിഭാനന എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം. അടുത്ത നാമമാണ് 130ാമത്തെ നാമം, ശാതോദരി. ശാതോദരി. ശാതോദരി എന്ന് പറഞ്ഞാൽ, ശാതം എന്ന് പറഞ്ഞാൽ കൃശം എന്നാണ് അർത്ഥം. ശാതം, കൃശം. അപ്പോൾ ഉദരം, ശാത ഉദരം. ദേവിയുടെ ഉദരം എങ്ങനെയാണ്? ഏറ്റവും കൃശമായിട്ടുള്ളത്. നമ്മൾ കണ്ടു, ഏതാ ശ്ലോകം ഓർത്തോളൂ, ലക്ഷ്യരോമലതാതാരതാ സമുന്നേയ മധ്യമ എന്ന് നമ്മൾ കണ്ടു. ദേവിയുടെ ആ അരക്കെട്ടിൻ്റെ ആ വണ്ണം അത്രയും കുറവായിട്ട് അതിന് പട്ടബന്ധ വലിത്രയാന്നും കണ്ടു. 3 ചുളിവുകളുണ്ട്. ഇതിങ്ങനെ ഒടിഞ്ഞു പോവാതിരിക്കാൻ. സ്തനഭാരതളൻ മധ്യ പട്ടബന്ധ വലിത്രയാന്ന്. ദേവിയുടെ സ്തനഭാരം കൊണ്ട് ശരീരം ഒടിഞ്ഞു പോവാതിരിക്കാൻ ഒരു പട്ട കെട്ടിയതാണോ എന്നുള്ള പോലെയുള്ള 3 ചുളിവുകളുള്ള കൃശഗാത്രിയാണ് ദേവി എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ ശാതോദരി എന്ന് പറയുന്നതുകൊണ്ട് ആദ്യമായിട്ട് ഉപമിക്കുന്നത്. ശാതമായ ഉദരം, വളരെ കൃശമായ ഉദരം ആണ് ദേവിയുടെ. അപ്പോൾ ഇവിടെ വേറൊരർത്ഥം, ശാതോദരൻ, ശാതോദരം എന്ന് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ എന്നാണ് അർത്ഥം. അപ്പോൾ ശാതോദരൻ ആരാണ്? ധാരാളം ഗുഹ എവിടെയുണ്ടാവുക? മലകളിൽ. മലയില് ഹിമവാനാണ് ഏറ്റവും വലിയ മല. ഏറ്റവും വലിയ പർവ്വതം ഹിമവാനാണ്. ഏറ്റവും കൂടുതൽ ഗുഹ ഉള്ളത് എവിടെയായിരിക്കും? ഹിമവാന്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഹിമവാനെ ശാതോദരൻ എന്ന് പറയും. ഹിമവാന്റെ പുത്രിയാണ് പാർവതി. അപ്പോൾ ദേവി ശാതോദരി. ഇനിയോ വേറെ ഒരർത്ഥത്തിലും പറയാം, ആദിയും അന്തവുമില്ലാത്ത. അപ്പോൾ നടുവില്ല, നടുഭാഗമില്ല. നടുവില്ലെങ്കിൽ എന്തായി? ഇപ്പോൾ ഒരു അറ്റത്തുള്ള 2 ബിന്ദുക്കൾ കൂടുമ്പോഴാണ് ഒരു നടു ഉണ്ടാവുന്നത്. ആ നടുകേ ഇല്ലെങ്കിൽ ആദിയും അന്തവും ഇല്ലാത്തവളാണ് ദേവി. അപ്പോൾ ആദിയും അന്തവുമില്ല. അനാദി കാലത്ത് ഈ ബ്രഹ്മാണ്ടം രചിക്കപ്പെട്ടതിന് മുന്നേ ഉള്ളതാണ് ദേവി. അപ്പോൾ ദേവി അനാദിയാണ് എന്നുള്ളതാണ് ഈ ശാതോദരി എന്നുള്ള വാക്കിൻ്റെ മറ്റൊരർത്ഥമായിട്ട് ഇവിടെ നമുക്ക് എടുക്കാവുന്നത്. അപ്പോൾ ആദിയും അന്തവുമില്ലാത്ത ദേവി, ഹിമവാന്റെ പുത്രിയായ ദേവി, അല്ലെങ്കിൽ ഇവിടെ അനേകം ഗുഹകളുള്ള ഹിമവാന്റെ പുത്രിയായ ദേവി, അല്ലെങ്കിൽ ശാതം, കൃശമായ ഉദരമുള്ള ദേവി, സൗന്ദര്യത്തിൻ്റെ ലക്ഷണം. ഇതെല്ലാം ദേവിക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നതാണ് നമുക്ക്. അടുത്ത നാമമാണ് 137. നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്ന ധാരാളം നാമങ്ങൾ വരും. 8-9 നാമങ്ങളാണ് ഓരോ ശ്ലോകങ്ങളിലും. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ശാന്തിമതി അടുത്ത നാമമാണ്. ശാതോദരി, ശാന്തിമതി. ശാന്തിമതിയാണ്. നമുക്കറിയാം ദേവിക്ക് യാതൊരു തരത്തിലുള്ള അശാന്തതയുമില്ല. ദേവി അരയന്ന നടയോടുകൂടിയാണ് നടക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ ദേവിക്ക് യാതൊരു വെപ്രാളവുമില്ല. വളരെ ശാന്തമായ പ്രകൃതത്തോടു കൂടിയാണ് ദേവി. അപ്പോൾ ഭക്തന്മാരുടെ അപരാധങ്ങളെ എല്ലാം പുറത്ത് അവർക്ക് ശാന്തി കൊടുക്കുന്നവൾ കൂടിയാണ് ദേവി എന്നുള്ളത് ഈ ശാന്തിമതി എന്നുള്ള നാമം കൊണ്ട് അർത്ഥമാക്കാം. അതുപോലെ താപത്രയ ദുഃഖങ്ങൾ ഏതൊക്കെയാണ്? ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇനിയും സമയം കിട്ടുമ്പോൾ വീണ്ടും പറയും, ഒരുപാട് നാമങ്ങൾ വരും. അപ്പോൾ ഈ താപത്രയങ്ങളിൽ നിന്നും ശാന്തി കൊടുക്കുന്നവളാണ് ദേവി.
അപ്പോൾ ഈ 3 താപത്രയ ദുഃഖങ്ങളിൽ നിന്നും ശാന്തി കൊടുക്കുന്ന ആളാണ് ദേവി. അതുകൊണ്ട് ദേവി ശാന്തിമതിയാണ്. ദേവി ശാന്തിമതിയായിട്ടുള്ള ദേവിയാണ്, നമുക്ക് ശാന്തി തരുന്ന ദേവിയാണ്. ഇനി അടുത്ത നാമമാണ് 43-ാമത്തേലെ നിരാധാര. ഇനിയുള്ള ഈ നാമങ്ങൾ ഇതുവരെ നമ്മൾ സഗുണ ബ്രഹ്മധ്യാനമാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ദേവിയുടെ രൂപം കണ്ടു, നമ്മൾ അവതാര ലക്ഷ്യം കണ്ടു, രൂപം കണ്ടു. അത് കഴിഞ്ഞ് ദേവിയുടെ കേശാദിപാത വർണ്ണന കണ്ടു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ ദേവി എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടു. ഇതൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ദേവിയും ഭണ്ഡാസുരനുമുള്ള യുദ്ധം കണ്ടു, യുദ്ധസന്നാഹം കണ്ടു, ദേവിയുടെ സഹദേവികളെയും ശക്തിയെയും മുഴുവൻ കണ്ടു. ഇതെല്ലാം കണ്ട് ദേവി കുണ്ടലിനിയാണെന്ന് കണ്ടു നമ്മൾ. ദേവി കൗളമാർഗത്തിലും സമയമാർഗത്തിലും ആചരിക്കപ്പെടുന്നവളാണെന്ന് കണ്ടു നമ്മൾ. പിന്നെ ദേവിയുടെ സൂക്ഷ്മ തരരൂപം കണ്ടു നമ്മൾ, മന്ത്രരൂപത്തിലുള്ളത്, ശ്രീവിദ്യാ മന്ത്രരൂപത്തിലുള്ള ദേവിയെ കണ്ടു. ഇതെല്ലാം കണ്ടതിന് ശേഷം ദേവി ഭക്തന്മാരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് ഇപ്പം നമ്മൾ അതിനുശേഷം കണ്ട ഈ നാമങ്ങളിലെല്ലാം കണ്ടത്. അതെല്ലാം കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് നിർഗുണ ധ്യാനത്തിലാണ്. ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞതിന് ശേഷം ഈ നാമങ്ങൾ ഈ 132-ാമത്തെ ശ്ലോകം മുതൽ 43-ാമത്തെ ശ്ലോകത്തിലെ 132-ാമത്തെ നാമം മുതൽ ഇനി 50-ാമത്തെ ശ്ലോകം വരെ 18 ശ്ലോകങ്ങൾ ദേവിയുടെ നിർഗുണ ധ്യാനമാണ്. അപ്പോൾ നിർഗുണ ധ്യാനവും സഗുണ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ബുദ്ധി, ഈ ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ് ഇത്രയും നേരം ദേവിയുടെ അരക്കെട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു, നമ്മൾ ദേവിയുടെ മുഖം ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ദേവിയുടെ കൈ ഇങ്ങനെയാണ്, നഖം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും ഉപമിക്കാൻ പാടാത്ത കാര്യങ്ങളെ കൂടി ഉപമിച്ചിട്ട് ദേവിയെ താരതമ്യം ചെയ്ത് ഒരു എന്താ പറയുക, ആ രൂപം നമ്മുടെ മനസ്സിൽ ആക്കി തന്നു ഭക്തൻ്റെ. ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഘടന. അതിനുശേഷം ഇനി പോകുന്നത് നിർഗുണ ധ്യാനത്തിലേക്കാണ്. അപ്പോൾ നിർഗുണ ധ്യാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടണം. ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബുദ്ധിക്ക് അതിനെ ക്രോഡീകരിച്ചെടുത്തിട്ട് സമാവേശിച്ചിട്ട് അതിനെ അന്വയിക്കാൻ പറ്റില്ല. അതിലും അപ്പുറമുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് നമ്മുടെ തലച്ചോറിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ബുദ്ധി, അല്ലേ? അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുടെ അപ്പുറത്തുള്ളതൊന്നും നമുക്ക് തന്നെ അറിയാം. നമ്മളെക്കാളും കാഴ്ചശക്തിയുള്ള മൃഗങ്ങളുണ്ട്, നമ്മളെക്കാളും ഘ്രാണശക്തിയുള്ള മൃഗങ്ങളുണ്ട്, നമ്മളെക്കാളും വേഗതയുള്ള മൃഗങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ജ്ഞാനം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പിറകിലാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇതിൻ്റെയൊക്കെ മുന്നിലേക്ക് പോകണമെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും അപ്പുറത്തേക്ക് നമ്മൾ പോകണം. അവിടെയാണ് നമ്മൾ കുണ്ടലിനി കണ്ടതും. ഇനി കുണ്ടലിനിയുടെയും അപ്പുറത്തേക്ക് പോകണം. അങ്ങനെ പോകുമ്പോഴാണ് ദേവിയുടെ നിരാധാര രൂപം. ഇവിടെ 12-ാമത്തെ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിലെ ഭക്തിയോഗത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിരാധാരമായിട്ടുള്ള ബ്രഹ്മത്തെ ആരാധിക്കുന്നതാണോ അതോ സകാര രൂപിയായിട്ടുള്ള കൃഷ്ണൻ അല്ലെങ്കിൽ എന്നെ ആരാധിക്കുന്നതാണോ, ഏതാണ് നല്ലതെന്ന് ഭഗവാൻ വളരെ വൃത്തിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ നിരാകാര രൂപിയായ ബ്രഹ്മത്തെ ആരാധിക്കണമെങ്കിൽ വളരെ കഠിനമാണത്, സാധാരണക്കാർക്കൊന്നും സാധിക്കാത്തതാണ്. പക്ഷെ അർപ്പണ മനോഭാവത്തോടു കൂടി എന്നെ ആരാധിക്കൂ, അല്ലെങ്കിൽ സകാരമായിട്ടുള്ള ദൈവത്തെ ആരാധിക്കൂ, നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം എന്ന് പറയുന്നു. പക്ഷെ അവിടെ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ഈ ബുദ്ധിക്ക് നമ്മളൊരു ബുദ്ധിമുട്ട് കൊടുക്കണം. ബുദ്ധിയുടെയും അപ്പുറത്തേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കണം. എന്നാൽ മാത്രമേയാണ് നമ്മൾക്ക് ദേവിയുടെ ആ രൂപം കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ പരബ്രഹ്മ രൂപം, ആ ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിൽ നിന്നും നമുക്ക് അദ്വൈതത്തിലേക്ക് പോകണമെങ്കിൽ, ദ്വൈതത്തിൽ നിന്നും രണ്ടിൽ നിന്നും ഒന്നിലേക്ക് പോകണമെങ്കിൽ അപ്പോഴാണ് സാധിക്കുള്ളൂ. അപ്പോൾ ഈ നാമങ്ങളെല്ലാം ഇനി നിരാധാര മുതൽ തുടങ്ങുന്ന നാമങ്ങൾ ശ്രദ്ധിച്ചോളൂ നമ്മൾ വായിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സാധാര പൂജ, നിരാധാര പൂജ, 2 തരത്തിലുള്ള പൂജകളാണ്. ഭക്തിയോഗത്തിലും അതാണ് പറയുന്നത്. ഇപ്പോൾ സാധാര പൂജ ഇനിയിപ്പോൾ മൂർത്തി വെച്ചിട്ടുള്ള പൂജ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിൽ നമുക്ക് ശിവമാനസ പൂജ,
രത്നൈകൽപ്പിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാ മോദാങ്കിതം ചന്ദനം ജാതി ചമ്പകബില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദേവം ദീപം ദേവദയാനിതേ പശുപതേ ഹൃത്കൽപ്പിതം ഗൃഹ്വതാം. മനസ്സിലാണ് കാണുന്നത്. ശിവനെ മനസ്സിൽ വെച്ചിട്ട് 8 ശ്ലോകത്തിൽ ആരാധിക്കുകയാണ് ശിവമാനസ പൂജ. അപ്പോൾ എന്നാലും നമ്മൾ മനസ്സിൽ ആ രൂപത്തെ കാണുകയാണ്. അപ്പോൾ ബിംബം അല്ലെങ്കിൽ മനസ്സിൽ സാകാരമായിട്ട് കാണുന്നു, മന്ത്രങ്ങളെ കൊണ്ട് പൂജ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നിരാധാര പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാപൂജയാണ്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ബ്രഹ്മസ്വരൂപമാണ് എൻ്റെ അകത്തിരിക്കുന്നത് എന്നറിഞ്ഞിട്ടുള്ള പൂജയാണ് നിരാധാര പൂജ. അപ്പോൾ ഇവിടെ ആ നിർഗുണ ബ്രഹ്മത്തെയാണ് ഈ നാമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. നിരാധാര, ഒരു ആധാരവുമില്ലാത്തവൾ ദേവി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ധ്യാനം ചെയ്യുമ്പോൾ പലപ്പോഴും നിർഗുണ ധ്യാനമാണ് ചെയ്യുന്നത്. ഈ നിർഗുണ ധ്യാനത്തിൽ നമ്മുടെ ബുദ്ധിസത്തിലും ഈ നിർഗുണ ധ്യാനമുണ്ട്. ഇപ്പോൾ ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തിൽ നിന്ന് തന്നെ വിഘടിച്ച് പോയതായിരുന്നു ബുദ്ധിസം. അപ്പോൾ ഇങ്ങനെ ഈ ബുദ്ധിസത്തിൽ ബുദ്ധൻ ഒരു പ്രാവശ്യം ബ്രഹ്മം എന്താണെന്ന് ബുദ്ധൻ്റെ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു അത്രേ. ചോദിച്ചപ്പോൾ ബുദ്ധൻ ഒരു ചുവന്ന റോസാപ്പൂവ് എടുത്തിട്ട് ഇങ്ങനെ കറക്കിയതിന് ശേഷം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നു അത്രേ. അപ്പോൾ അവിടെ മഹാകശ്യപൻ എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് പിടികിട്ടി. അദ്ദേഹമാണ് ഏറ്റവും വലിയ ശിഷ്യനായി മാറിയത്, ബുദ്ധൻ്റെ ആദ്യത്തെ. അങ്ങനെ ധ്യാന ബുദ്ധിസം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ആരാണ്? ഈ മഹാകശ്യപനാണ്. ധ്യാന ബുദ്ധിസം മഹാകശ്യപൻ പിന്നെ വീണ്ടും ചൈനയിലേക്ക് പോയപ്പോൾ അത് ചാൻ, ധ്യാൻ, ചാൻ, ആലോചിച്ച് നോക്കണം, ചാൻ ബുദ്ധിസമായി മാറി. ഇപ്പൊ ചൈനയിലെ ധ്യാന ബുദ്ധിസം ഉണ്ട്, അവർ ചാൻ ബുദ്ധിസം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ജപ്പാനിലേക്ക് ഇത് പോയപ്പോൾ സെൻ ബുദ്ധിസമായി മാറിയത്, സെൻ ധ്യാനം. സെൻ ധ്യാനത്തിൻ്റെ ഒരു പാർട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ കൃത്യമായി മറന്നുപോയി. അത് ഈ നിരാകാര ധ്യാനം തന്നെയാണത്. അപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ഈ നിരാകാര ധ്യാനം ജപ്പാനിലെ സെൻ ബുദ്ധിസത്തിലും ഈ നിരാകാര ധ്യാനമുണ്ട്. ഇതൊക്കെ പറഞ്ഞാലല്ലേ ഇതിനൊക്കെ വിലയുള്ളൂ, അല്ലെങ്കിൽ വിലയില്ലല്ലോ. അപ്പോൾ ഈ സെൻ ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗുരു, അല്ലെങ്കിൽ നമ്മുടെ ഒരു മഹർഷി ഗുരു എന്ന് കൂട്ടിക്കോളും, ഒരു വിദ്യാർത്ഥി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ മന്ത്രങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം, എന്താണ് ബ്രഹ്മം എന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം, എനിക്ക് ഉപദേശം തരണം എന്ന് പറയുകയാണ് ഈ കുട്ടി. ഇപ്പോൾ ബാലനെ കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി അദ്ദേഹത്തിന് അത്രേ. എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഒറ്റ കൈ കൊണ്ടുള്ള ശബ്ദം ഏതാണെന്ന് കണ്ടുപിടിച്ച് വരാൻ പറഞ്ഞു. കുട്ടിക്ക് കുറേ മന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തു. കുട്ടി സന്തോഷത്തോടുകൂടി തെരഞ്ഞു പോയി. കുറേ കാലം കുട്ടി അന്വേഷിച്ച് നടന്നു. കുറച്ചൊക്കെ വലുതായി കുട്ടി, എന്നാലും അന്വേഷണം നിർത്തിയില്ല. ഒറ്റ കൈ കൊണ്ടുള്ള. പിന്നെ കാട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ചപ്പോഴും ധ്യാനത്തിലിരുന്നപ്പോഴും കുട്ടിക്ക് തോന്നി കുറച്ച് യുവാവായി. അപ്പോൾ മുളങ്കാടുകളിലൂടെ വരുന്ന ശബ്ദം അതായിരിക്കും ഒറ്റ കൈ കൊണ്ടുണ്ടാവുന്ന ശബ്ദം. ഗുരുവിൻ്റെ അടുത്ത് വരും. ഓരോ പ്രാവശ്യവും ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഗുരു പറയും, ഇതല്ല ഒറ്റ കൈ കൊണ്ടുണ്ടാവുന്ന ശബ്ദമെന്ന്. അങ്ങനെ കുട്ടിയെ കുറേ കാലത്തിന് ശേഷം, അപ്പോൾ കുട്ടി, നമ്മളൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക? ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഒന്നും മനസ്സിലായില്ലേ, ഇയാളൊക്കെ എന്താ അറിയുക, വേറെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകും. ഇഷ്ടംപോലെ ഗുരുക്കളാണല്ലോ, അങ്ങനെ മാറും. പക്ഷെ പണ്ടൊന്നും അങ്ങനെയല്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുരു തന്നെ പറയണം, എന്നാലേ മറ്റൊരാളത്ത് പോകുള്ളൂ. സ്വാമി ചിന്മയാനന്ദജിക്ക് ആദ്യം ആരായിരുന്നു? ശിവാനന്ദ സ്വാമികളായിരുന്നു ഗുരു. അതിനുശേഷം പറയാണ്, വേദാന്തത്തിലും ഉപനിഷത്തിലും ജ്ഞാനം വേണമെങ്കിൽ നീ ഉത്തരാഖണ്ഡിലേക്ക് പോവൂ, ഇവിടുന്ന് ഋഷികേശിൽ നിന്ന്. എന്നിട്ട് ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗുരു? രണ്ടാമത്തെ ഗുരു ഒരു മലയാളി തന്നെയായിരുന്നു, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, എനിക്ക് ആലോചിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് നീ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി തപോവൻജി മഹാരാജ്. അങ്ങനെ ശിവാനന്ദ ആണ്, സ്വാമി ശിവാനന്ദയാണ് ഇദ്ദേഹത്തെ തപോവൻജി മഹാരാജിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ വിദ്യാർത്ഥി വീണ്ടും വീണ്ടും വന്നപ്പോഴൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ ഈ വിദ്യാർത്ഥി വന്നതേയില്ല. അപ്പോൾ ഗുരുവിന് മനസ്സിലായി. ഗുരു അന്വേഷിച്ച് പോയപ്പോൾ ഒരു കാട്ടിൽ ധ്യാനത്തിലിരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു അത്രേ, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെന്താണ്? അനാഹത ധ്വനിയാണിത്. 2 കൈ കൊണ്ട് അടിച്ചു വരുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ പറയുന്നത് തന്നെ 2 ഒബ്ജക്റ്റ് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തെയാണ് ശബ്ദം എന്ന് പറയുന്നതെന്ന്. പക്ഷേ അനാഹത ധ്വനിയാണ് ഈ ഒറ്റ കൈ കൊണ്ടുള്ള ശബ്ദം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൈ കൊണ്ട് അടിച്ചു വരുന്ന ശബ്ദം
ദ്വൈതമാണെങ്കിൽ അനാഹത ധ്വനി അദ്വൈതമാണ്. അങ്ങനെ കുട്ടിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടി ഇങ്ങനെ ഉപാസിച്ചിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സെൻ ബുദ്ധിസത്തിലുള്ള ആ ധ്യാനവും ഈ നിരാധാര എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആരാധന തന്നെ. അപ്പോൾ ഇവിടെ ദേവി നിരാധാരയാണ്. ഈ ബ്രഹ്മാണ്ടം തന്നെ ദേവിയുടെയാണ്. ഇത് സൃഷ്ടിച്ച ദേവിക്ക് മറ്റെന്ത് ആധാരം? ഒരാധാരവുമില്ലാത്ത നിരാധാര രൂപിയാണ് ദേവി. ഇനിയുള്ള നാമങ്ങളൊക്കെ ഇങ്ങനെയാണ്, പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ചോളുക, ഈ അനാഹത ധ്വനി പോലെയാണ് ഇനിയുള്ള നാമം നമ്മളെ നയിക്കേണ്ടതെന്ന്. അടുത്ത നാമമാണ് 133 നാമം, നിരഞ്ജന. അപ്പോൾ ഒരു തലത്തിലുള്ള അഞ്ജനം എന്ന് പറഞ്ഞാൽ മാലിന്യം അല്ലെങ്കിൽ കൺമഷി എന്നൊക്കെയാണ് അഞ്ജനം എന്ന് പറഞ്ഞാൽ. ഒരു തരത്തിലുള്ള മാലിന്യവും അല്ലെങ്കിൽ കന്മഷവും ഇല്ലാത്ത അല്ലെങ്കിൽ പറ്റിപ്പിടിക്കാത്തവളാണ് ദേവി. അഞ്ജനം, മാലിന്യം, മലം, കൺമഷി എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു മലവുമില്ലാത്ത ദേവിയാണ്, ഒരു ബാധയുമില്ലാത്ത ആളാണ് ദേവി. അതുകൊണ്ട് ഒന്നിനോടും ഒരു രഞ്ജനവുമില്ല ദേവിക്ക്, ഒട്ടലില്ല ദേവിക്ക്. അതുകൊണ്ട് ദേവി മായയിൽ നിന്നും മുക്തയാണ്, മായ ബാധിക്കാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് നിരഞ്ജന എന്നുള്ള നാമം. ഇനി 134 നാമം, 133. അപ്പോൾ ആ ശ്ലോകം കഴിഞ്ഞു. ഇനി നമ്മൾ ആ ശ്ലോകം ഒന്നുകൂടി പെട്ടെന്ന് വായിക്കാം നമുക്ക്. ശാങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്ര നിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന. അപ്പോൾ 43 ശ്ലോകത്തിലെ അവസാനത്തെ 2 നാമങ്ങൾ, ആ 8 നാമങ്ങളിലെ 6 നാമങ്ങൾ ദേവിയുടെ സഗുണ ഉപാസന തന്നെയാണ്. അവസാനത്തെ 2 നാമങ്ങൾ മുതൽ ആ നിർഗുണ ധ്യാനത്തിൻ്റെ ഉപാസനയിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത 44 ശ്ലോകത്തിലേക്ക് പോകാം പെട്ടെന്ന്. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ. ഒക്കെ നോക്കൂ എങ്ങനത്താണെന്ന്. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ. നിർലേപ 134 നാമം. ലേപം എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത്. എന്താണത്? കർമ്മബന്ധത്തെ കുറിക്കുന്നതാണ് ലേപം ഇവിടെ. അപ്പോൾ ദേവി നിർലേപയാണ്. എല്ലാ ബന്ധനങ്ങൾക്കും അതീതയായവളാണ്. ഒരു ലേപവുമില്ലാത്തവളാണ് ദേവി. ഒട്ടിപ്പിടിക്കുന്നത് ഒന്നും ദേവിയിലെ ഇല്ല. ദേവി ഈ ബ്രഹ്മാണ്ടത്തിനും അതീതയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ദേവിക്ക് ഒരു ഒട്ടലുമില്ല. ഇവിടെ നിർലേപ എന്ന് പറഞ്ഞാൽ ഭക്തരുടെ കർമ്മവാസനകളെ അവസാനിപ്പിച്ച് അവർക്ക് സായുജ്യ പദവി നൽകാനുള്ള ശക്തി ഈ അമ്മയ്ക്കുണ്ട്, ഈ ദേവിക്കുണ്ട് എന്നാണ് നിർലേപ. കാരണം നമ്മളൊക്കെ ധാരാളം ഒട്ടലുകളിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുന്നവരാണ്. ഇതെല്ലാം മാറ്റി മുന്നിലേക്ക് പോകാനുള്ള ആ ശക്തി അമ്മയ്ക്കുണ്ട് എന്ന് കാണിക്കുന്നതാണ് നിർലേപ എന്നുള്ള ഈ നാമം. ഇനിയോ ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തില് നമാം കർമാണി ലിംബന്തി നമേ കർമ്മ ഫലേ സ്പൃഹ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലസ്പൃഹ. എന്നെ കർമ്മങ്ങളൊന്നും എന്നിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, അതുപോലെ തന്നെ ഒന്നും സ്പർശിക്കുന്നില്ല എന്നെ കർമ്മങ്ങൾ. എനിക്ക് കർമ്മഫലത്തിൽ ഒരു ആകാംക്ഷയുമില്ല. നമേ കർമ്മഫലേ സ്പൃഹ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ ബ്രഹ്മമാണ്, കൃഷ്ണനും പരബ്രഹ്മമാണ്. അദ്ദേഹത്തെ നമ്മൾ സ്വരൂപത്തിൽ ധ്യാനിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ദേവി ഇവിടെ ഇതുപോലെയാണ്, ഇങ്ങനെയാണ്, നിർലേപയാണ്, ഇതുപോലെ ഈ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ. ഇനി 135 നാമാണ് നിർമ്മല. എല്ലാം ഇങ്ങനെയാണ്. മലം എന്ന് പറഞ്ഞാൽ അഴുക്ക്, ഒരു അഴുക്കും പുരളാത്തവളാണ് ദേവി. അപ്പോൾ ദേവിക്ക് ഒരു മലവുമില്ല. മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, മായികം, കാർമികം, ആണവം. നമ്മൾ കണ്ടു ആണവമലം. ആ ബ്രഹ്മം ശരീരം, പഞ്ചഭൂതത്തിൽ ശരീരം എടുത്ത് നമ്മളിൽ വരുമ്പോൾ അണുവായി മാറുന്നു. ആ അണുവായി മാറുമ്പോൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ അത് കുടുങ്ങിപ്പോകുന്നു. അപ്പോൾ നമ്മളുടെ ആ അതിൻ്റെ ആ ബ്രഹ്മത്തിൻ്റെ വികാസം വളരെ ലിമിറ്റഡായി മാറുകയാണ്. അങ്ങനെ വരുന്ന എല്ലാ മലങ്ങളുമാണ് ആണവമലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അതിനുശേഷം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എല്ലാം കാണാൻ ശ്രമിക്കുമ്പോൾ വരുന്നതാണ് നമ്മുടെ മായികമായിട്ടുള്ള ആ മായ തന്നെയാണ്. എല്ലാം നമ്മൾ മായയാണെന്ന് മനസ്സിലാക്കാതെ ഇന്ദ്രിയങ്ങളിൽ നമ്മൾ മുഴുകി വരുമ്പോഴുള്ള മലങ്ങളാണ് മായിക മലം. ആ മായയിൽ ചേർന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്
കാർമികമലം. ഇങ്ങനെയുള്ള 3 മലങ്ങളും ഇത് നമ്മൾ എവിടെയാണ് കണ്ടത്? 30 ഭണ്ഡാസുരന്റെ 30 പുത്രന്മാര് അല്ലേ, നമ്മൾ അവിടെ കണ്ടു. 5 പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇങ്ങനെ ഈ 3 കൂടിയിട്ടാണ് അത് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ 3 മലങ്ങളും സ്പർശിക്കാത്തവളാണ്, നിർമ്മലയാണ് ഈ ദേവി. അപ്പോഴോ ഭക്തരുടെ മനസ്സിൽ നിന്നും ഈ മലത്രയങ്ങളെ നീക്കുന്ന ദേവിയാണ്. ഞാൻ ദേഹമാണെന്നുള്ള ആ മലം, ആ ബോധം മാറ്റാൻ സഹായിക്കുന്നവളാണ് ഈ നിർമ്മല എന്ന് പറയുന്ന ഈ ദേവി. അപ്പോൾ വളരെ വളരെ അർത്ഥവത്തായ നാമങ്ങളാണ് അതൊക്കെ. അജ്ഞാനനാശിനിയാണ് ദേവി. അജ്ഞാനമുള്ളതൊക്കെ കളയണം, വിജ്ഞാനം എന്നുള്ളിൽ വർദ്ധിക്കണം, ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ, നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ എന്നാണ് നമ്മളെ വിദ്യാരംഭത്തിന് ഗുരുപൂജ ചെയ്യുമ്പോൾ നമ്മൾ ഈ ശ്ലോകങ്ങൾ ചൊല്ലാറ്. അതിനകത്ത് ഗുരുമണ്ഡല രൂപിണി എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് ഒരു നാമമുണ്ട്. നമ്മൾ നേരത്തെയും കണ്ടു, എല്ലാ ഗുരുക്കളെയും അധീനയാക്കിയിട്ട് ദേവി ഇരിക്കുകയാണ്. അപ്പോൾ ആ ഗുരുവും ദേവി തന്നെയാണ്. ഈ മലത്രയങ്ങളെ മാറ്റി ഞാൻ ദേഹമാണെന്നുള്ള ആ ബോധം പതുക്കെ പതുക്കെ മാറ്റിയെടുത്ത് നമ്മളെ അജ്ഞാനം നശിപ്പിച്ച് വിജ്ഞാനത്തിലേക്ക് നയിക്കുന്നവളാണ് ദേവി. 136ാമത്തെ നാമം നിത്യ. നേരത്തെ കണ്ടു നമ്മൾ. നിത്യ എന്ന് പറഞ്ഞാൽ ഒരു നാശവുമില്ലാത്തവൾ. ദേവിക്ക് അനിത്യയാണ് ദേവി, നിത്യയാണ് ദേവി, ഒരു നാശവുമില്ല. എറ്റേണലാണ് ദേവി, ഒരിക്കലും നാശമില്ലാത്തവളാണ്. നമ്മൾ നേരത്തെ കണ്ടു 16 നിത്യകളെ പറ്റി നമ്മൾ പഠിച്ചു. ഉപദേവികളാണ് ദേവിയുടെ 16 നിത്യകൾ. അവർക്കൊക്കെ തിഥികളുണ്ട്. അപ്പോഴും ദേവി നിത്യയാണ്, എന്നുമുള്ളവളാണ് ദേവി. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ദേവി. എന്നെന്നുമുള്ളവൾ, നാശമില്ലാത്തവൾ. അതുപോലെ കാലദേശ നിയമങ്ങൾക്ക് അതീതയാവളാണ് ദേവി. ഭൂതം, ഭാവി, വർത്തമാനം ഇവയ്ക്കൊക്കെ അതീതയാണ് ദേവി. ജനന മരണങ്ങൾക്ക് അതീതയാണ് ദേവി. അപ്പോൾ ഇവിടെ 16 നിത്യാതിഥികളുടെ രൂപത്തിലുള്ളവളാണ് ദേവി എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ദേവി നിത്യയാണ്, ദേവി എറ്റേണലാണ്. ഇനി നമുക്ക് 137ാമത്തെ നാമത്തിലേക്ക് പോവാം. നിരാകാര. ഒക്കെ നീ എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാം പോകുന്നത്. നിരാകാര, ദേവിയുടെ നിരാധാര എന്നുള്ളത് കണ്ടു നമ്മൾ. ഇനി നിരാകാര എന്നുള്ള ദേവിയുടെ രൂപം കാണണം. എങ്ങനെയാണ്? ഒരു ആകാരവുമില്ല. അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്തായിരുന്നു? ദേവിയുടെ ആകാരമാണ് നമ്മൾ കാണാൻ ശ്രമിച്ചത്. ദേവിയെ ധ്യാനിക്കുമ്പോൾ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് പറയുമ്പോഴേ ദേവി മനസ്സിൽ നിറയണം. ഇതൊക്കെ നിറഞ്ഞതിന് ശേഷം എവിടേക്ക് പോകണം? ആ ദേവി നമ്മളുടെ മനസ്സിലിരിക്കുന്ന ബ്രഹ്മമാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ നിരാകാരയായിട്ടുള്ള ആ ദേവിയെ നമ്മൾക്ക് പ്രപഞ്ചസ്വരൂപിണിയായ ദേവിയെ കാണാൻ പറ്റണം. അവിടെയാണ് നമ്മളുടെ സ്റ്റെപ്പായിട്ടൊക്കെ പോകുന്നത്. ഇത്ര മനോഹരമായിട്ടാണ്. ഇതൊരു PhD കോഴ്സാണ് ഈ ലളിതാ സഹസ്രനാമം. ഇതൊക്കെ നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. ഇത്രയും അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സഹസ്രനാമത്തിനകത്ത് എന്നുള്ളത്. ഇപ്പോൾ ആകാരങ്ങളില്ലാത്തവളാണ്, രൂപങ്ങളില്ലാത്തവളാണ്. ആകാരം എന്ന് പറഞ്ഞാൽ രൂപമാണ്. അപ്പോൾ പരാശക്തിക്ക് ഒരു രൂപവുമില്ല. ഈ ജഗത്ത് തന്നെയാണ് പരാശക്തി, ജഗത് ജനനി തന്നെയാണ് പരാശക്തി. ഈശ്വരൻ നിരാകാരനാണ്, ഈശ്വരി നിരാകാരിയാണ്. അപ്പോൾ അത് എന്താണ് പറയുന്നത്? ഭാഗവതത്തിലൊരു ശ്ലോകം, അതിൻ്റെ അർത്ഥം പറയാൻ ഞാൻ. അത് ദേവനല്ല, അസുരനല്ല, മനുഷ്യനല്ല, മൃഗമല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, നപുംസകമല്ല, ജീവിയോ ഗുണമോ കർമ്മമോ സ്ഥിതിയോ അല്ല, എല്ലാ നിഷേധങ്ങൾക്കും അപ്പുറത്ത് ശേഷിക്കുന്ന അനന്തതയാണ് ഈ ദേവി, ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് ഭാഗവതം പറഞ്ഞു തരുന്നത്. അത് ഏകാദശ സ്കന്ധത്തിലുള്ള ശ്ലോകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നിരാകാരയായിട്ടുള്ള ദേവിയെ ദർശിക്കാനുള്ള ആ ഭാഗ്യം നമുക്കൊക്കെ പതുക്കെ പതുക്കെ കൈവരട്ടെ എന്ന് നമുക്ക് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സാധന തുടരാം. അങ്ങനെ 138ാമത്തെ നാമമാണ് നിരാകുല. ഇവിടെ ഒരു ആകുലതയുമില്ല ദേവിക്ക്. നോ ആങ്സൈറ്റി. നിരാകുല, സ്ഥിതപ്രജ്ഞയാണ് ദേവി. ഇവിടെയും ഭഗവത്ഗീതയില് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ചോദിക്കുന്നുണ്ട്. എന്ത് ഗംഭീരമായിട്ടാണ് ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നിരാകുല, നോ ആങ്സൈറ്റി ഫോർ ദേവി. ഇവിടെ ഒരു ആകുലതയില്ല പറഞ്ഞാൽ സർവലോക ജനനിയാണ് ദേവി, ഗുണാതീതയാണ് ദേവി, സർവാതീതയാണ് ദേവി. അപ്പോൾ ഒരു ഗുണങ്ങളും
ഒരു ആകുലതയും ദേവിയെ സ്പർശിക്കില്ല. ഇന്നത് ചെയ്യാനുണ്ട്, ഇന്നത് ചെയ്യാനില്ല, ഇതൊന്നും ദേവിയെ സ്പർശിക്കില്ല. അപ്പോൾ നിരാകാരയാണെങ്കിൽ നിരാകുല കൂടിയാണ് ദേവി. അതുപോലെ തന്നെ മനസ്സിന് ഏകാഗ്രതയില്ലാത്ത ഒരവസ്ഥ, അതാണ് എന്ത് നിരാകുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ നിരാകുലമായിട്ടുള്ള ഒരവസ്ഥ നമ്മളുടെ മനസ്സിന് വരികയാണെങ്കിൽ അതിനെ ദേവീ ഭക്തി കൊണ്ട് മാറ്റാൻ പറ്റും. ദേവി അവർക്ക് അപ്രാപ്യമായിരിക്കും. ആ നിരാകുലമായ ഏകാഗ്രതയില്ലാത്ത അവസ്ഥയുള്ളവർക്ക് ദേവി അപ്രാപ്യയായിരിക്കും. അതുകൊണ്ട് ദേവിയെ പ്രാപിക്കാൻ എന്ത് വേണം? നമ്മൾ ഈ മനസ്സിന് ഏകാഗ്രത കൊണ്ടുവരണം എന്നുള്ള ഒരു സൂചന കൂടി ഈ നാമത്തിലുണ്ട്. ഇനി 44-ാമത്തെ ശ്ലോകത്തിൽ 139-ാമത്തെ നാമമാണ് നിർഗുണ. നിർഗുണ എന്ന് പറഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്ത ദേവി. ഇതിപ്പോ ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ? ഇതാണ് പറഞ്ഞ ബുദ്ധിക്കും അപ്പുറത്തേക്ക് പോകണം നമുക്കെന്ന്. നിർഗുണയാണ്, ഗുണങ്ങളൊന്നുമില്ലാത്ത നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഡമ ഡമ ഡമര പ്രപഞ്ചരഹിത എന്നാണ് ശിവനെ പറ്റി പറയണത്. നിർഗുണ പരബ്രഹ്മ സ്വരൂപ, പ്രപഞ്ചരഹിത, നിരാകാര, നിരാധാര, നിത്യ, ഇതൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ദേവി തന്നെയാണ്. അപ്പോൾ ഗുണങ്ങളില്ലാത്തവളാണ്. എങ്ങനെയാണ് ഗുണം വരുന്നത്? ഈ ത്രിഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്വം, രജോ ഗുണം, തമോ ഗുണം. സത്വം, രജസ്, തമസ്, ഈ മൂന്നെണ്ണത്തിലും ഇത് കർമ്മത്തിൽ ബന്ധിക്കപ്പെടുമ്പോഴാണ്, രജസ്സും തമസ്സും കർമ്മത്തിൽ ബന്ധിക്കപ്പെടുമ്പോഴാണ് ഒന്നും തുല്യമായിട്ടുണ്ടാവില്ല. സത്വഗുണമാണെങ്കിലും കുറച്ച് രജോ ഗുണവും തമോ ഗുണവും അതിനകത്തും കാണും. ഇതൊന്നും ദേവിയെ ബാധിക്കില്ല. ഇങ്ങനെ ഗുണത്രയങ്ങൾക്കും അതീതയാണ് ദേവി. അതുകൊണ്ട് ദേവി നിർഗുണ. നമ്മൾക്ക് ഈ ഗുണത്രയങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെല്ലാം അകറ്റിത്തരുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി നിർഗുണ. 140-ാമത്തെ നാമമാണ് നിഷ്കല അല്ലെങ്കിൽ നിഷ്കള, രണ്ടും പറയാം. കലകൾ എന്താണ്? അംശങ്ങൾ, കഷ്ണങ്ങൾ. കല എന്ന് പറഞ്ഞ ചന്ദ്രകല എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രന്റെ ഒരു കഷ്ണമാണ് ചന്ദ്രകല, മുഴുവനില്ല, പൂർണ്ണതയില്ലാത്തതാണ് കല. അപ്പോൾ അംശങ്ങളും കഷ്ണങ്ങളുമായാണ് ദേവി. നിഷ്കലയാണെന്ന് പറഞ്ഞാൽ ഇതിന് പെട്ടെന്ന് അർത്ഥം മനസ്സിലാവുണ്ടാവില്ല. നിഷ്കലയാണെന്ന് പറഞ്ഞാൽ ദേവി അംശങ്ങളേ ഇല്ല, പൂർണ്ണയാണ് ദേവി. ചന്ദ്രകല എന്ന് പറയുന്ന പോലെ ദേവിക്ക് അംശങ്ങൾ, നമ്മൾ പറഞ്ഞു ദേവിയുടെ 40 അവതാരങ്ങള് 30 അവതാരങ്ങൾ എന്നൊക്കെ പറഞ്ഞു, നമ്മൾ ശക്തി സേനയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ദേവി തന്നെയാണ്. ദേവിക്ക് അംശങ്ങളില്ലാത്തവളാണ് ദേവി. ദേവി നിരാകാരയായതിനാൽ അംശങ്ങളുമില്ല. നേരത്തെ നമ്മൾ നിരാകാരാന്ന് കണ്ടു, ആകാരം തന്നെ ഇല്ല, പിന്നെ എങ്ങനെ കഷ്ണങ്ങളാവുന്നത്? ദേവി പൂർണ്ണ തന്നെയാണ്, ബ്രഹ്മാണ്ടം തന്നെയാണ് ദേവി. അപ്പോൾ പലതായി കഴിഞ്ഞിട്ടും പലതല്ലാതായി ഇരിക്കുന്നവളാണ് നിഷ്കല. ദേവി പലതായി കഴിഞ്ഞു, പക്ഷെ പലതല്ലാതായി ഇരിക്കുകയാണ് ദേവി. അതുകൊണ്ട് ദേവി നിഷ്കല. അപ്പോൾ ഇതെല്ലാം ബ്രഹ്മസ്വരൂപിയായ ദേവി തന്നെയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതാണ് ഇവിടെ നമ്മൾ ഈ നിരാധാര ധ്യാനത്തിനെ കുറിച്ച് പറയുന്നത്. ഇനിയോ ശാന്ത, അടുത്ത നാമം. നേരത്തെ കണ്ടു നമ്മൾ, ദേവിക്ക് ഒരു തിടക്കവും ഇല്ല എന്നാണ്. ഇവിടെ ശാന്തിമൂർത്തിയായവളാണ്. ശാന്തിമത് ഭാവത്തിൻ്റെ മൂർത്തിയാണ് ദേവി. അസുരന്മാരെ വധിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ പല കർത്തവ്യങ്ങളും ലീലകളും ആടുന്നുണ്ട്. പക്ഷേ എൻ്റെ കോർ ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവി എല്ലാ വികാരങ്ങൾക്കും സന്തുലിതമായിട്ടുള്ള ഭാവം നിലനിർത്തുന്നവളാണ്. അതാണ് ശാന്തത. ശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വികാരങ്ങളും നമ്മൾ തുല്യതയിൽ അതിനെ സമാവേശിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ശാന്തത വരും നമുക്ക്. അതിന് ആ വികാരങ്ങൾക്ക് ക്ഷോഭം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ആ ബാലൻസ് എന്ന് പറയുന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നിരാകാരവും നിർഗുണവുമായ ശക്തിയെ ഒരു തരത്തിലുള്ള വികാരങ്ങളും ബാധിക്കില്ല. വികാരങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. 141-ാമത്തെ നാമം ശാന്ത, എന്നും ശാന്തിയോടുകൂടി ഇരിക്കുന്നവൾ. 142-ാമത്തെ നാമം നിഷ്കാമ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അപ്പോൾ ഒരു ആഗ്രഹവും ഇല്ലാത്തവളാണ് ദേവി. ദേവി തന്നെയാണ് എല്ലാം, പിന്നെ ദേവിക്ക് എന്താ ആഗ്രഹം ഉണ്ടാവാനാണ്? സ്വയം സമ്പൂർണയാണ് ദേവി. അതുകൊണ്ട് ദേവി നിഷ്കാമ. അപ്പോൾ നമ്മൾ ദേവി എന്താണ് പറയുക? നമ്മൾ ബ്രഹ്മത്തിനെ ധ്യാനിക്കുമ്പോൾ പൂർണ്ണമത
പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിമിതികളുമില്ല, എല്ലാം പൂർണ്ണമാണ്, യാതൊരു കാമങ്ങളും ഇല്ലാത്തതാണ് ദേവി. അതുകൊണ്ട് നിഷ്കാമയാണ് ദേവി. പക്ഷേ ഭക്തരുടെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു തരാൻ ദേവിക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ദേവി എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാമനകളും സാധിപ്പിച്ചു കൊടുക്കുന്നവളാണ്. സ്വയം ഒരു കാമനയും ദേവിക്കില്ല. പലതായിത്തീരണമെന്നുള്ള കാമം തോന്നുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നവളാണ് ദേവി. അതുകൊണ്ട് നിഷ്കാമ. ആകെയുള്ളൊരു കാമം എന്തായിരുന്നു? പലതായിത്തീരണമെന്നുള്ളത്. അങ്ങനെ ബ്രഹ്മാണ്ടത്തിന്റെ രചന ദേവി നടത്തി. അതിനെയും മുന്നിലുള്ളായിരുന്നു ദേവി. അതുകൊണ്ട് ദേവി നിഷ്കാമയാണ്. 143 നാമം നിരുപപ്ലവ. ഇവിടെ ഉപപ്ലവം എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. ഉപപ്ലവം എന്ന് പറഞ്ഞാൽ നാശം. അപ്പോൾ നിരുപപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു നാശവുമില്ലാത്തത്. ദേവി നിത്യയാണെന്ന് നമ്മൾ കണ്ടു. ദേവിക്ക് നാശമില്ല. ദേവി കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതയാണെന്ന് കണ്ടു. അപ്പോൾ ഒരു നാശവുമില്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവി നിരുപപ്ലവ. ഇനിയോ ഇതിനെ ഒന്ന് പിരിച്ചെടുത്ത് നമുക്ക് നോക്കാം. നീർ ഉപപ്ലവ, അങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുക. നീർ എന്ന് പറഞ്ഞാൽ ധാരാളം, നീർ എന്ന് പറഞ്ഞാൽ ധാരാളം. ഉപ എന്ന് പറഞ്ഞാൽ അരികെ, അല്ലെ? നീർ ഉപ പ്ലവം, പ്ലവം എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്. അപ്പോൾ ധാരാളം അരികെ ഒഴുകുന്നതാണ് നിരുപപ്ലവ. ഇവിടെ എന്തായിരിക്കും അത്? ധാരാളം നമ്മുടെ അകത്തൊഴുകുന്നതാണ് സഹസ്രാരത്തിലെ അമൃതധാര. അപ്പോൾ ഉപ എന്ന ശബ്ദം കൊണ്ട് പിണ്ഡാണ്ഡമായ ശരീരത്തിലും പ്ലവം എന്നുള്ളത് സഹസ്രാരത്തിലെ ആ എന്താ പറയുക, ആ അമൃതധാര, രുദ്രഗ്രന്ഥി വിവേദിച്ചു കഴിഞ്ഞാൽ സഹസ്രാംബുര അംബുജത്തിൽ ഇരിക്കുന്ന ശിവനുമായി സംയോജിച്ചിട്ടുള്ള ദേവി അമൃതധാരയായി മാറുന്നതാണ്. ആ സഹസ്രാര അമൃതധാരയെ നിരുപപ്ലവ എന്ന് പറയാം. അപ്പോൾ ഒരു തരത്തിലും നാശമില്ലാത്തവളാണ് നിരുപപ്ലവ. അപ്പോൾ അങ്ങനെ 44 ശ്ലോകം നമ്മളിവിടെ കഴിഞ്ഞു. ഒന്ന് ചൊല്ലാം ആ ശ്ലോകം. നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി 45 ശ്ലോകം. നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര. ഇതാണ് 45-ാമത്തെ 144 മുതൽ 151 വരെയുള്ള ശ്ലോകങ്ങൾ. ഇതിനകത്ത് 8 നാമമാണ്. നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര. അപ്പോൾ ദേവി 144-ാമത്തെ നാമത്തിൽ പറയുന്നു നിത്യമുക്തയാണ് ദേവി. എന്നും മുക്തയാണ് ദേവി. ദേവി ഒരു ബന്ധനങ്ങളും ഇല്ലാത്തതാണ്. സർവ സ്വതന്ത്രയാണ് ദേവി. എന്നും മുക്തയായിട്ട് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അതുപോലെ തൻ്റെ ഭക്തനെ ശാശ്വതമായ മുക്തിയിലേക്ക്, പരമാത്മജ്ഞാനം കൊടുത്ത് ശാശ്വതമായ മുക്തിയിലേക്ക് നയിക്കാൻ കെൽപ്പുള്ളവളാണ് ദേവി. ഒന്നിനോടും ബന്ധമില്ലാത്തവളാണ് ദേവി. അതുപോലെ തന്നെ ഭക്തനെ ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്നവളാണ് ദേവി. ആണ് ദേവി നിത്യമുക്ത. അപ്പോൾ എപ്പോഴാണ് നമുക്ക് മുക്തി കിട്ടുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി കിട്ടുന്നത് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോഴാണ്. ആ എല്ലാം ദേവി തന്നെ ശരണം, എൻ്റെ കഴിവുകൾ ഒന്നുമില്ല എന്നുള്ളത് സ്വയം തോന്നണം. പറയുമ്പോഴല്ല, പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ആരൊക്കെ, നമ്മളൊക്കെ വ്യക്തികളാണ്, നമുക്കൊക്കെ തോന്നുന്നതാണ്. എന്ത് പറയുമ്പോഴും നമ്മൾ എളിമ വിചാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഞാനെന്ന ഭാവത്തോടു കൂടിയാണ് നമ്മൾ എളിമ വിചാരിക്കുന്നത്. അത് നമ്മളൊക്കെ ചെയ്യുന്നതാണ്. അത് പക്ഷെ അത്രയെങ്കിലും ആ ബോധം വേണം. ഞാനെന്ന ഭാവം എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നുള്ള ആഭരണം. ആ ശരണാഗതിയാണ് സറണ്ടർ. ഇതൊന്നുമില്ല, എനിക്കൊന്നുമില്ല ദേവി, എല്ലാം അങ്ങയുടെയാണ് എന്ന് കരുതിയിട്ട് ആ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ദേവി എന്ത് ചെയ്യും? വാസനാബദ്ധരായ നമ്മെ വാസനകളിൽ നിന്നും മുക്തയാക്കി മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വാസനാക്ഷയം വരുത്തുന്നവളാണ് ദേവി. നിത്യമുക്തയാണ് ദേവി. ബുദ്ധിയുടെ പരിമിതിയെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? ശരണാഗതി മാത്രമേ ഉള്ളൂ. അങ്ങനെ അശരണാഗതി പ്രാപിച്ചാൽ ദേവി നിത്യമുക്തയായി നമ്മളെ കൈപിടിച്ചുയർത്തും. ദേവിക്ക് എന്നും മുക്തിയാണ്, എന്നും സ്വാതന്ത്ര്യമാണ്. ഇനിയോ നിർവികാര, 145-ാമത്തെ നാമം. യാതൊരു വികാരവും ഇല്ലാത്തവളാണ് ദേവി.
ദേവിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് പൊതുവെയുള്ള അർത്ഥം. അപ്പോൾ ഒരു മാറ്റവും ഇല്ലാത്തതാണ് ദേവിക്ക്. അപ്പോൾ പലരും ദേവിയെ പലപ്പോഴും നമ്മൾ വളരെ ഉള്ളുരുകി വിളിക്കും എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് തോന്നും? ഞാൻ ഇങ്ങനെയൊക്കെ ഭജിച്ചിട്ടും എനിക്ക് ഇതാണല്ലോ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതാണല്ലോ സംഭവിക്കാതിരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മുടെ പ്രാരാബ്ദങ്ങളാലും വാസനകളാലും വരുന്ന നമ്മുടെ അനുഭവങ്ങളെ അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റിമറിക്കാൻ പറ്റില്ല. അത്രയും ദൈവകാരുണ്യമുള്ളപ്പോഴാണ് അതിനൊക്കെ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനുള്ള ശക്തി നമ്മൾ ആർജിക്കണം, എന്നാൽ പറ്റും. ആ ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അനുഭവങ്ങളൊന്നും ഒരിക്കലും ശീതോഷ്ണ സുഖദുഃഖേഷു സമത്സംഗ വിവർജിത എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ വേണ്ടത് നിർവികാര എന്നുള്ള യാതൊരു വികാരവുമില്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ഭജിക്കുമ്പോൾ നമ്മളും അതേ അവസ്ഥയിലേക്ക് മാറണം. കാരണം വികാരമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. കാരണം ആ എല്ലാ ആഗ്രഹങ്ങളുമാണ് ദേവിക്ക് എന്തുണ്ടായത്? ഒന്ന് പലതായി മാറണം എന്ന് പരശിവനും ദേവിക്കും തോന്നി, അങ്ങനെയാണ് മാറിയത്. അപ്പോ ആ ഒരു തോന്നിയ വികാരമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അതിൻ്റെയും മുന്നേ ഉണ്ടായവളാണ് ദേവി. അപ്പോ ദേവി നിർവികാര, അങ്ങനെയുള്ള അർത്ഥം. ഇനി 146 നാമം നിഷ്പ്രപഞ്ച. അപ്പോ പ്രപഞ്ചമില്ലാത്തവൾ. ഈ പ്രപഞ്ചങ്ങൾക്കും അതീതയാണ് ദേവി. പ്രപഞ്ചം തന്നെയാണ് ദേവി, പ്രപഞ്ചത്തിനും അതീതയാണ് ദേവി. പ്രപഞ്ച കാരണമായ ദേവിക്ക് ഈ പ്രപഞ്ചം ഒരു ആധാരമേ അല്ല, നിരാധാരം നമ്മൾ കണ്ടു. മറിച്ച് പ്രപഞ്ചം ദേവി, പ്രപഞ്ചത്തിന് ആധാരം ദേവിയാണ്. അപ്പോ പ്രഹർഷേണയുള്ള 5-നെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഏതാണ് 5? പഞ്ചഭൂതങ്ങൾ. അപ്പോൾ പഞ്ചഭൂതങ്ങളാണ് ഈ ദേവി ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവി പഞ്ചഭൂതങ്ങൾക്കും അന്യയാണ്. അതിൻ്റെയും സൃഷ്ടാവാണ് ദേവി, അതിൻ്റെയും അന്യയാണ് ദേവി. അതുകൊണ്ട് നിഷ്പ്രപഞ്ച ദേവിക്ക് നാമം. ഇനി 147 നാമം, 45 ശ്ലോകം, നിരാശ്രയ. അപ്പോൾ നിരാശ്രയ എന്നുള്ള നാമം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആശ്രയമില്ലാത്തവളാണ് ദേവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക്ക് ഒരു ആലംബത്തിൻ്റെ ആവശ്യമില്ല, ആരുടെയും ദേവിക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നിരാശ്രയയാണ് ദേവി. സർവത്തിനും ആശ്രയം ആരാണ്? ലോകമാതാവായിട്ടുള്ള ഈ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി നിരാശ്രയ. അതുകൊണ്ട് ദേവിക്ക് ഒരാശ്രയവുമില്ല. തൻ്റെ പതിയായ പരമശിവനെ പോലും ആശ്രയിക്കാത്തവളാണ്. പരമശിവൻ തന്നെ പാർവതിയാണ്, പാർവതി തന്നെ പരമശിവനാണ്. അപ്പോൾ ആശ്രയമില്ലാത്തതാണ് അവർ. അപ്പോൾ ദേവിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശ്രയം കിട്ടും. അത് നിരാശ്രയ എന്നുള്ളതിൽ ഒരേ ഒരു ആശ്രയം അതേ ഉള്ളൂ. ദേവിയെ ആശ്രയിക്കൂ, അപ്പോൾ നമുക്ക് ആശ്രയം കിട്ടും. അപ്പം നമ്മളിവിടെ നിരാധാര, നിരാകാര, നിരാശ്രയ ഈ നാമങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു തന്ത്ര വിധിയുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരു സാധനാ സമ്പ്രദായമാണ് ഈ വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറയുന്ന ഒരു സാധനാ സമ്പ്രദായമാണ്. ആ സാധനാ സമ്പ്രദായത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഉപാസനയുണ്ട്. എങ്ങനെയാ നമുക്കൊന്ന് പ്രത്യേകിച്ച് നോക്കാം. ഇപ്പം രാവിലെ നമ്മൾ നന്നായി ഉറങ്ങിയതിന് ശേഷം ഉണരുന്നു. രാവിലെ ഉണർന്ന ഉടനെ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കുന്നു. ധ്യാനത്തിലിരുന്നതിന് ശേഷം കട്ടിലിൻ്റെ മുകളിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, ഈ ഭൂമിയിൽ കാല് വെച്ചിട്ടുണ്ട് നമ്മൾ. ഈ കാല് ഭൂമിയിൽ വെച്ചിട്ടേ ഇല്ല, ആധാരമില്ലാതെ ഇരിക്കുകയാണ് നമ്മൾ. ഇങ്ങനെ കുറേ ദിവസം ധ്യാനത്തിലിരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു, എൻ്റെ കാല് എവിടെ ഇരിക്കുന്നില്ല എന്ന്. അങ്ങനെ 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 കാലില്ലാതെ, കാല് നിലത്ത് തട്ടാതെയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കട്ടിലല്ല ഇരിക്കുന്നത്, കട്ടിലില്ല. നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഒരു പീഠമോ കസേരയോ കട്ടിലോ ഒന്നുമില്ലാതെയാണ് എന്നുള്ള ആ ഒരു ധ്യാനം അഭ്യസിക്കുക. പതുക്കെ 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 എന്നും അങ്ങനെ അഭ്യസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുമ്പോഴേ ഒരു ആധാരവുമില്ലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ആ ബോധം വരും. അങ്ങനെ പതുക്കെ 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 എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നത്? മനസ്സിലുള്ള ദൈവസ്വരൂപത്തെ. അപ്പോൾ ശരീരം അപ്പോഴും ഉണ്ട്. മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴാ? ശരീരത്തിൽ നിന്ന് അന്യമാണ് മനസ്സ്, അതുകൊണ്ടല്ലേ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരമുണ്ട്. ശരീരമില്ല എന്ന് പതുക്കെ കാല് ഭൂമിയിൽ വെച്ചിട്ടില്ല, കട്ടിലിലോ അല്ലെങ്കിൽ കസാരയിലോ അല്ല ഇരിക്കുന്നത്. അങ്ങനെ അങ്ങനെ അത് കിട്ടുമ്പോൾ, അതെത്തുമ്പോൾ അവിടുന്ന് നമ്മൾ ശരീരമേ ഇല്ല, ഞാൻ വെറും മനസ്സാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ ധ്യാനിക്കുക. അങ്ങനെ അങ്ങനെ ആ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ എത്തും. പതുക്കെ പതുക്കെ ഇതൊന്നുമല്ല, ഞാൻ ബോധമാണ്, ഞാൻ
ബോധമാണ്, മറ്റൊന്നുമില്ല എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തുക. ഇതിനെ പതുക്കെ പതുക്കെ ധ്യാനത്തിൻ്റെ ഈ വിജ്ഞാന ഭൈരവ തന്ത്രത്തിലെ ഒരു വിധിയാണത്, സാധനാ സമ്പ്രദായത്തിൻ്റെ. അങ്ങനെ അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ഞാൻ ശുദ്ധബോധമാണെന്ന് ധ്യാനിക്കാനിരുന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, മറ്റൊന്നും വരില്ല. അങ്ങനെ ശുദ്ധബോധമാണെന്നുള്ള നിലയിലെത്തുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവും? ആത്മജ്ഞാനം തനിയെ വരും. അപ്പോൾ ഇതാണ് നിരാശ്രയ എന്നുള്ള ദേവിയുടെ നാമം ഓർക്കുമ്പോൾ നമ്മളൊക്കെ നിരാശ്രയരാവണം. അതേ ദേവിയാണ് നമ്മളിലും ചൈതന്യമായി കുടികൊള്ളുന്നത്. അതേ ദേവി തന്നെ നമ്മൾക്ക് ചൈതന്യമായി എന്നും ഇരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി 2 നാമങ്ങളും കൂടി പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ 45 കഴിയില്ല. നിരാശ്രയ എന്നുള്ള നാമത്തിൽ നമ്മൾക്ക് ഇവിടെ നിർത്താം. അങ്ങനെ നമ്മൾ ആ ദേവിയെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം നമ്മൾ ഇന്നിവിടെ നിർത്താണ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.